ജിത്തോട്ടെ എന്നും ഇങ്ങനെ പണിക്ക് പോണ്ട് മടിഞ്ഞു കുത്തിയിരുന്ന നമ്മൾ എങ്ങനെയാ ജീവിക്കുക? ഇത്രയും കാലം ഞാൻ വല്ല പണിക്ക് പോയിട്ടാണോ നമ്മൾ ജീവിച്ച്? അത് ഞാൻ പണിക്ക് പോയിട്ടല്ലേ? അത് തന്നെ. അപ്പൊ ഇനിയും നീ പണിക്ക് പോയാ മതി. വാ, നമുക്ക് വെറുതെ കിടന്നുറങ്ങാം. നീ ഇന്നലടാ പൈപ്പ് ശരിയാക്കാൻ വരാന്ന് പറഞ്ഞത്. അയ്യോ ചേട്ടാ, പണി കൂടുതലാ ചേട്ടാ, ഒരു ഒഴിവുമില്ല. ഞാൻ 2 മാസം കഴിഞ്ഞിട്ട് വരാട്ടോ. പണിയില്ലാത്ത പരാതി. എന്നാ പണിക്ക് വിളിച്ചാ വരികയില്ല. അയ്യോ, പണി ഉണ്ടെന്ന് പറയല്ലേ ചേട്ടാ. പണിയില്ല എന്ന് പറയുമ്പോ ഒരു മനസ്സുഖവും സമാധാനം പോയില്ലേ? അയ്യേ ജോലി. അയ്യോ എന്തോരം ബില്ലുകളാ ജിത്തോട്ടെ, അതെല്ലാം കൂടെ എന്നെ കൂടെ താങ്ങൂലാട്ടാ. ഞാനത് നിന്നോട് പറയാതിരിക്കുന്നു. നീ ഇപ്പൊ ചെയ്യുന്ന ജോലിയുടെ കൂടെ വേറൊരു പാർട്ട് ടൈം ജോലി കൂടെ കണ്ടെത്തണം. ഇല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് അടയ്ക്കാൻ പറ്റില്ല. കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടു കൂടെ കാര്യങ്ങൾ കാണണം. ഈ ഡെയിലി ഇങ്ങനെ പണിക്ക് പോകും. പിന്നെ ജീവിക്കണ്ട ചേട്ടാ. ജീവിക്കാൻ എന്തിനാണ് പണിക്ക് പോണത്? എന്നെ കണ്ടില്ലേ, ഞാൻ ജീവിക്കുന്നില്ലേ? എനിക്കറിയായിരുന്നു നീ എന്തെങ്കിലും തിന്നാൻ കൊണ്ടുവരുന്നുള്ളത്. ചിക്കനാ മട്ടനാ? എടോ UK അങ്ങനെ ഒരു സാധനം നീ ഇതുവരെ കൊണ്ടുവന്നില്ലല്ലോ. തന്നെ ഞാൻ വിദേശത്തേക്ക് അയക്കാൻ പോവാന്ന്. തിന്നാനാണോ? ജോലി എടുക്കാനോ? പാറു, നിന്നെ വിട്ടിട്ട് ഞാൻ എങ്ങനെ പോകും? ഏതോ ഒരു നാട്. നീ ഉണ്ടാക്കുന്ന ചോറ് അവിടെ കിട്ടുവോ? മീൻകറി അവിടെ കിട്ടുവോ? അച്ചാർ അവിടെ കിട്ടുവോ? കിട്ടും. അതെന്താ നീ യൂറോപ്പിൽ അച്ചാർ കമ്പനി തുടങ്ങിയ? അതല്ല, മലബാർ വേൾഡ് വൈഡ് ലോജിസ്റ്റിക്സ് വഴി ഏത് സാധനം വേണമെങ്കിൽ അങ്ങോട്ട് അയക്കാം. അച്ചാറും ചെരുപ്പും പൊതുപ്പും അങ്ങനെ ഗൃഹാതുരത്വം നിറഞ്ഞ എല്ലാ സാധനങ്ങളും കെട്ടിപ്പൊതിഞ്ഞ് ഞാൻ അയച്ചിട്ടാ. UK, കാനഡ, ഓസ്ട്രേലിയ എന്നിങ്ങനെ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളിലേക്കും മലബാർ വേൾഡ് വൈഡ് ലോജിസ്റ്റിക്സിന്റെ സർവീസ്. അതും ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ചീപ്പ് റേറ്റിൽ. ഡോർ സ്റ്റെപ്പ് ഡെലിവറി ആയിട്ട് എല്ലാരും സഹായിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുക. പാസ്പോർട്ട് എവിടെ? പാസ്പോർട്ട് കാണാനില്ല.